My thanks and greetings to this dear assembly. ഈ പ്രിയ സഭയോട് എനിക്കുള്ള നന്ദിയും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. You have arranged a special series of meeting, and I was so happy to see many are coming and hearing God's word, and they were sharing their concerns and other things even after the meetings. നിങ്ങൾ ബാക്കിയായ ഈ യോഗങ്ങളിൽ അനേകർക്ക് കടന്നു വരുവാനും ദൈവവചനം ശ്രദ്ധിക്കുവാനും ദൈവവചനത്തെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുവാനും ഒക്കെയും ഇങ്ങനെ ഉണ്ടാക്കിയ അവസരത്തിനായിട്ട് ഞാൻ വളരെ സന്തോഷിക്കുകയും അതിനായിട്ട് നന്ദി പറയുകയും ചെയ്യുന്നു. 4 years back I was here, and I came to know that at least one person, especially from a Hindu background, came to the Lord through the word that was spoken. ഹൈന്ദവ പശ്ചാത്തലത്തിലുള്ളതായ ഒരു യുവാവിന് കഴിഞ്ഞ 4 വർഷങ്ങൾക്ക് മുമ്പ് പ്രിയ സഹോദരൻ ഇവിടെ വന്നപ്പോൾ പറഞ്ഞ ദൈവവചനത്തിൽ ശ്രദ്ധിക്കുവാനും അത് മുഖാന്തരം തനിക്കൊരു മാനസാന്തരം ഉണ്ടാകുവാനും ഇടയായി എന്നുള്ളത് കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുകയാണ്. Sincerely pray that the Lord will work even these days also. ഈ ദിവസങ്ങളിലും അങ്ങനെ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Without taking much introduction, I have to enter into the word of God because I have only very short time. സമയം ചുരുക്കമായതിനാൽ ആമുഖമായ കാര്യങ്ങൾ പറയാതെ ദൈവവചനത്തിലേക്ക് പ്രവേശിക്കുവാൻ താല്പര്യം. But I seek your prayers as I travel one more month. I have to go next month. Beginning I'll be returning back, but I have to take some more public meetings and other meetings here. അടുത്ത മാസത്തിന്റെ ആദ്യം താൻ മടങ്ങി പോകുന്നതിന് മുമ്പായിട്ട് അമേരിക്കയുടെ മറ്റു ചില സ്ഥലങ്ങളിൽ കൂടെ യോഗങ്ങൾ പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുള്ള യാത്രയ്ക്കായിട്ടും തന്നെ ശുശ്രൂഷയ്ക്കായിട്ടും നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് താല്പര്യപ്പെടുന്നു. Remember my family also in your prayers. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ തന്റെ കുടുംബത്തെയും ഓർക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. Even after going back to India, I have to travel left and right in India also. So please pray for me. നാട്ടിലേക്ക് മടങ്ങിപ്പോയതിനു ശേഷവും ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യുവാനായിട്ട് ആവശ്യമുണ്ട്. അപ്പോഴും ദൈവകൃപ ലഭിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. The subject that was prompted in my heart was about what is going to happen after the Lord is going to come back. കർത്താവ് മടങ്ങി വന്നതിന് ശേഷം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ള കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ തക്കവണ്ണം ഒരു ഊന്നൽ തന്റെ ഹൃദയത്തിലുണ്ടായി. But I thought I'll have much time, but time won't allow me to cover up that subject. Yet I will try to convey at least something from there. അതിന്റെ പൂർണ്ണതയിൽ സംസാരിക്കാൻ തക്കവണ്ണം സമയം അനുവദിക്കുന്നില്ല എങ്കിലും കഴിയുന്നതും അതിനുവേണ്ടി ശ്രമിക്കുകയാണ്. Yes, this is a thought that really gripped my life and helped me to lead a life very fearful. എൻ്റെ ജീവിതത്തെ അത് പിടിച്ചു നിർത്തുകയും ദൈവമുമ്പാകെ വളരെ യോഗ്യമായ നിലയിൽ ജീവിപ്പാൻ തക്കൊണ്ട് തന്നെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വിഷയമായിട്ടാണ് ഇരിക്കുന്നത്. There is, we know that the Lord is going to be coming back very soon. കർത്താവ് വീണ്ടും എത്രയും വേഗം മടങ്ങി വരും എന്നുള്ള കാര്യം നമുക്കറിയാം. There is no doubt about it. അതിനെക്കുറിച്ച് യാതൊരു സംശയവുമില്ല. That's a subject we are studying in the evening sessions. ഈ ദിവസം വൈകുന്നേരത്ത് നമ്മൾ അതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. What happens after the Lord comes? കർത്താവ് വന്നതിന് ശേഷം എന്ത് സംഭവിക്കും? We are going to give each person's account before the Lord. നമുക്ക് ഓരോരുത്തർക്കും എല്ലാ വിശ്വാസികൾക്കും ഓരോ കിരീടങ്ങൾ അവന്റെ മുമ്പാകെ ലഭിക്കും. Yeah, we are going to give our own account to him. നമ്മുടേതായ കണക്കുകളൊക്കെ അവനോട് ബോധിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. That's a very serious subject that is revealed to us in the scripture. തിരുവെഴുത്തിൽ നമുക്ക് വെളിപ്പെടുത്തി കിട്ടിയിരിക്കുന്ന വളരെ ഗൗരവമായ ഒരു വിഷയമാണ്. We are not put in darkness. The Lord has really revealed to us. നമ്മൾ ഇരുട്ടിലല്ല ആ വിഷയം സംബന്ധിച്ചിരിക്കുന്നത്. കർത്താവ് അതിനെക്കുറിച്ച് നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. The Lord has revealed so that we will get ready to meet him. അവനെ എതിർക്കുവാൻ തക്കോണ്ട് നാം നമ്മെ തന്നെ ഒരുക്കേണ്ടതിന് ദൈവം ആ കാര്യം നമുക്ക് വചനത്തിൽ കൂടെ പ്രകാശിപ്പിച്ചു തന്നിട്ടുണ്ട്. We see in the book of Amos, get ready to meet your God. ആമോസിന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നത് നിന്റെ ദൈവത്തെ നീ എതിരേൽപ്പാൻ തക്കോണ്ട് ഒരുങ്ങിക്കൊള്ളുക. Yes, we need to get ready. നമ്മൾ ഒരുങ്ങണം. Let's turn to Hebrews chapter 9. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. I'm going to read one verse, and as the Lord leads, I will just ponder to that subject. I'll pick here and there and convey that message to you. അതിന്റെ ആദ്യ വാക്യം വായിക്കുകയും പിന്നീട് സമയത്തിനനുസരിച്ച് അങ്ങനെ ഇങ്ങോട്ട് ചില കാര്യങ്ങൾ പറയുവാൻ താല്പര്യപ്പെടുന്നു. I'll try to continue the subject in the second session also. രണ്ടാമത്തെ സെഷനിലും ഇതേ വിഷയം തന്നെ തുടരുവാൻ തക്കോണം താല്പര്യപ്പെടുന്നു. Hebrews chapter 9 verses 27. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു. And it is appointed for man to die once, but after this the judgment. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാൽ. Just like death is sure, after death judgment is also sure. മരിക്കുമെന്നുള്ള നിശ്ചയമായിരിക്കുന്ന പോലെ മരണത്തിന് ശേഷം ന്യായവിധിയും ഉണ്ടെന്നുള്ളത് ഏറ്റവും ശരിയായ ഒരു കാര്യമാണ്. This is a subject that we don't usually speak out. നമ്മൾ സാധാരണ സംസാരിക്കുന്ന ഒരു വിഷയമല്ല ഇത്.
There was a great man, statesman known as Daniel Webster. ഡാനിയൽ വെബ്സ്റ്റർ എന്നുള്ളതായ മഹാനെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കാം. He was invited for a luncheon with some young people. ചില ചെറുപ്പക്കാർ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുവാനായിട്ട് തന്നെ അവർ വിളിച്ചു. As he was sitting there, അതാണ് അവിടെ ഇരുന്നപ്പോൾ these young people started to talk about small things. ആ ചെറുപ്പക്കാർ അവിടെ ഇരുന്ന് ചില്ലറ കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നു. He started to write in his plate. അതിന്റെ പാത്രത്തിൽ ഭക്ഷണം കഴിക്കുന്ന പാത്രത്തിൽ എഴുതുവാൻ തുടങ്ങി. He alone, he was writing in the plate. താൻ മാത്രമാണ് അങ്ങനെ ആ പാത്രത്തിൽ So എഴുതിക്കൊണ്ടിരുന്നത്. these young people were interested in so many subjects and they were talking one another. ചെറുപ്പക്കാരൊന്നും ശ്രദ്ധിക്കാതെ അവരുടേതായ മറ്റു ചില കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നു. So the host that invited this Daniel Webster and the young people, ആ ഡാനിയൽ വെബ്സ്റ്ററിനെയും അതുപോലെ ചെറുപ്പക്കാരെയും ആ ക്ഷണിച്ചു വരുത്തിയതായ ആ മനുഷ്യൻ, yes, he wanted to involve this Daniel Webster in the conversation. ആ ഡാനിയൽ വെബ്സ്റ്ററിനെ ഈ അവിടെ നടക്കുന്നതായ ഈ സംഭാഷണങ്ങൾ പങ്കെടുക്കുവാൻ തക്കവണ്ണം താൻ താല്പര്യപ്പെട്ടു. So he interrupted and he asked a question. അതുകൊണ്ട് താൻ അവിടെ ആ കാര്യങ്ങളുടെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു. Mr. Webster, what is the greatest thought that ever came to your heart? അല്ലയോ വെബ്സ്റ്റർ, നിന്റെ ഹൃദയത്തിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയ ചിന്ത എന്താണ്? Without much hesitation, he just replied back. ഒട്ടും സമയം കളയാതെ ചിന്തിക്കാതെ താൻ മറുപടി പറഞ്ഞു. The most Solomon thought ever entered into my heart is that one day I have to give my own account to the Lord. എന്റെ സ്വന്തമായിട്ടുള്ള കണക്കുകളൊക്കെ ഞാൻ ദൈവത്തെ ബോധിപ്പിക്കേണ്ടി വരും എന്നുള്ള ആ ചിന്തയാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും സ്പർശനീയമായിട്ടുള്ളത്. That should be the greatest thought ever to enter even our own heart. നമ്മുടെ ഹൃദയങ്ങളിലും നിലനിൽക്കേണ്ടത് ഏറ്റവും വലിയ ചിന്ത അതായിരിക്കും. As you read Romans chapter 2 verses 14 onwards, റോമാലേഖനം 2-ാം വാക്യം നാം വായിക്കുമ്പോൾ we read that every human being in this world, ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും God has created a conscience in their heart. ഹൃദയത്തിൽ ഒരു മനസ്സാക്ഷി ഉണ്ടാക്കി. It will either accuse them or excuse them. അവരെ ഒന്നെങ്കിൽ ഈ മനസ്സാക്ഷി അവരെ കുറ്റപ്പെടുത്തും, അല്ലെങ്കിൽ അവരെ കുറ്റമില്ലാത്തവരായി വിധിക്കും. We read that it is a work of the Lord that is written in their heart. അത് ദൈവത്തിന്റേതായ ഒരു പ്രവൃത്തിയാണ് അവരുടെ ഹൃദയങ്ങൾ അങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നത്. When they do something wrong, their conscience teaches them it is wrong. അവരെന്തെങ്കിലും തെറ്റായ കാര്യം ചെയ്യുമ്പോൾ മനസ്സാക്ഷി അവരെ അതിനെക്കുറിച്ച് കുറ്റപ്പെടുത്തും. Any corner of the world, people feel that in their heart. ലോകത്തിന്റെ എമ്പാടും മനുഷ്യരുടെ ഹൃദയങ്ങളിൽ അവർക്ക് ബോധ്യമാകും. That itself is a proof that man is accountable to God. അത് തന്നെ മനുഷ്യൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിന് തെളിവാണ്. And we know that we have to give our own account. നമുക്കറിയാം നാമും നമ്മുടെ കണക്കുകൾ അവന് മുമ്പാകെ കൊടുക്കേണ്ടി വരും. It is appointed unto man once to die, then judgment. മനുഷ്യനെ ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും നമുക്കുണ്ടാകും. Brothers and sisters, our life is accountable to God. സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജീവിതം നാം ദൈവത്തിന് കണക്ക് കൊടുക്കേണ്ടതാണ്. God has really revealed these truths to us. ഈ സത്യങ്ങളൊക്കെ ദൈവം നമുക്ക് വാസ്തവമായി വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. We saw that God has appointed death to man. ദൈവം മനുഷ്യനെ മരിക്കുവാൻ തക്കവണ്ണം നിയമം അങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ്. After death there is a judgment. എന്നാൽ മരണത്തിന് ശേഷം ഒരു ന്യായവിധിയുണ്ട്. As you turn to the scripture, you find certain appointments of God in relation to this. ഇതിനോടനുബന്ധിച്ചുള്ള ചില ദൈവത്തിൻ്റെതായ പ്രത്യേക പരിപാടികൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നിയമനങ്ങൾ കാണുവാനായിട്ട് കഴിയും. Yes, two things we saw. രണ്ട് കാര്യങ്ങൾ നാം കണ്ടു. The death is appointed. മരണം എന്ന് പറയുന്ന ഒരു നിയമനമാണ്. After death a judgment is appointed. അതിനുശേഷമുള്ളതായ ആ ന്യായവിധിയും ദൈവം നിയമിച്ചിട്ടുണ്ട്. As I was reading the scriptures and studying, I found out there is an emphatic, emphasis given in relation to this. ഈ കാര്യങ്ങൾ സംബന്ധിച്ച് നാം തിരുവെഴുത്ത് പരിശോധിച്ചാൽ വളരെ ഗൗരവമായ ഒരു ഊന്നൽ തിരുവെഴുത്തിൽ ഉണ്ടെന്ന് കാണുവാൻ കഴിയും. Turn to the book of Acts. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് തിരിയുക. We read in chapter 17, അതിന്റെ 17-ാം അധ്യായത്തിൽ verses 31, അതിന്റെ 31-ാം വാക്യം, because he has appointed a day on which he will judge the world in righteousness. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തിന്റെ നീതിയിൽ ന്യായം വിധിപ്പാൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. God has appointed death. ദൈവം മരണത്തെ നിശ്ചയിച്ചു. God has appointed judgment. ആ ന്യായവിധിയെ ദൈവം നിയമനം ചെയ്തു. We see here he has appointed a day for judgment. ആ ന്യായം വിധിക്കുവാനായിട്ട് ഒരു ദിവസത്തെ ദൈവം നിയമിച്ചിരിക്കുന്നു എന്ന് ഇവിടെ വായിക്കുന്നു. Turn again to chapter 10 of Acts. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിലേക്ക് വരിക. And verses 42. അതിന്റെ 42-ാം വാക്യം നോക്കുക. And he has commanded us to preach the people and testify that he is the one who is ordained or appointed by God to be the judge of the living and the dead. ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്തിന് നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ എന്ന ജനത്തോട് പ്രസംഗിച്ചു. Have you noted that? പ്രത്യേകം ശ്രദ്ധിച്ചു. Death is appointed. മരണം നമുക്ക് വേണ്ടി നിയമിച്ചിരിക്കുന്നു. After that judgment is appointed. അതിനുശേഷം ന്യായവിധി നമുക്ക് നിയമിച്ചിരിക്കുന്നു. A day is appointed for judgment. നമുക്ക് നിയമിച്ചിരിക്കുന്നു. And the judge is appointed. അതിനുശേഷം നമ്മൾ ന്യായാധിപതിയെ നമുക്ക് നിയമിക്കും. And you turn again to Psalms. സങ്കീർത്തനത്തിലേക്ക് തിരിയുക. Chapter 9. Psalms 9 verses 7 and 8.
9-ാം സങ്കീർത്തനത്തിന്റെ 7-8 വാക്യങ്ങൾ. Yes. അതിങ്ങനെ വായിക്കുന്നത്, എന്നോട് എന്നാൽ യഹോവ എന്നേക്കും വാഴുന്നു, ന്യായവിധിക്ക് അവൻ സിംഹാസനം ഒരുക്കിയിരിക്കുന്നു. Oh, brothers and sisters, he has already prepared the throne for judgment. ന്യായവിധിക്കാനായിട്ടൊരു സിംഹാസനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. You know, I can go on like this. അങ്ങനെ തുടർന്ന് ഓരോന്നോരോന്നായി എനിക്ക് I can point to you that this is a sure event. ഇത് തീർച്ചയായും നടക്കുവാൻ പോകുന്ന ഒരു സംഭവമാണെന്ന് എനിക്ക് ഊന്നി പറയുവാൻ കഴിയും. Death is appointed. മരണം നമുക്ക് നിയമിച്ചിരിക്കുകയാണ്. Judgment is appointed. ന്യായവിധി നിയമിച്ചിരിക്കുകയാണ്. A day is appointed. ദിവസം നിയമിച്ചിരിക്കുകയാണ്. Judge is appointed. അതിനുള്ള ന്യായാധിപതിയെ God has prepared even the throne for the judgment. ആ ന്യായാധിപതിക്ക് ഇരുന്ന് ന്യായവിധിക്കുവാനായിട്ട് സിംഹാസനത്തെയും അവൻ നിയമിച്ചിരിക്കുകയാണ്. Yes, so man has to be sure that he is accountable to God one day. അതുകൊണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നാം ദൈവത്തോട് കണക്ക് പറയുവാൻ ബാധ്യസ്ഥരാണെന്നുള്ള കാര്യം വളരെ ഉറപ്പുവരുത്തുന്നു. Yes. തീർച്ചയായിട്ടും. When you go to the book of Acts, when these apostles preached, this was one of the subjects they preached. Yes, today we don't hear much preaching about this. So man is not at all afraid about God. Yes, as if God is a remote person, he's not going to do anything. Because we don't preach this subject and teach the people. Look at the preaching of Paul. Go to Acts chapter 24. As you read from verses 22, we see what he was preaching before the Felix. See, as he preached, you look at verses 25. ഇന്ദ്രിയജയം വരുവാനുള്ള ന്യായവിധി എന്നിവയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഫെലിക്സ് ഭയപരവശനായി. Look at that. He was speaking to Felix about the judgment that is going to come, and Felix was trembling. വരുവാനുള്ള ന്യായവിധിയെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് ഫെലിക്സിനോട് സംസാരിച്ചപ്പോൾ അവൻ ഭയപരവശനായി എന്ന് വായിക്കുന്നു. You go to Hebrews chapter 11. എബ്രായ ലേഖനത്തിന്റെ 15-ാം അധ്യായത്തിലേക്ക് വരിക. Verses 7. അതിന്റെ 7-ാം വാക്യം നോക്കുക. That's more beautifully written in English more than Malayalam. മലയാളത്തേക്കാൾ നന്നായിട്ട് അത് ഇംഗ്ലീഷിൽ നമുക്ക് വായിക്കുവാനായിട്ട്. Noah being warned, he was moved with fear. 11:7. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട്. We read in English, he was moved with fear. അവൻ ഭയത്താൽ പരവശനായി മുമ്പോട്ട് പോയി. God revealed him about the judgment that is going to come on the world. ന്യായവിധിയെക്കുറിച്ച് നോഹയ്ക്ക് ദൈവം വെളിപ്പെടുത്തിയപ്പോൾ so he was moved with fear and prepared an ark for the salvation of his family. അവൻ ഭയപരവശനായി മുമ്പോട്ട് പോയി തന്റെ രക്ഷയെക്കുറിച്ച് അവൻ ചിന്തിച്ചു. Have you ever imagined that we have to stand before God one day? നമുക്കൊരു ദിവസം ദൈവത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? Yes, we need to give our own account. നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെയും കണക്ക് നാം ബോധിപ്പിക്കേണ്ടതായിട്ട് വരും. I had many doubts on this. ഈ കാര്യത്തെക്കുറിച്ച് എനിക്ക് ചില സംശയങ്ങളുണ്ടായിരുന്നു. Many a times since I was born and brought up in a brethren family, ഒരു വിശ്വാസ കുടുംബത്തിൽ വളർത്തപ്പെട്ടതായ എനിക്ക് I had certain wrong notions in my mind. ചില തെറ്റായ ചിന്താഗതികൾ എനിക്ക് മനസ്സിലുണ്ടായിരുന്നു. What I thought was that I'm going to stand and give my account only about the ministry I'm doing for the Lord. ഞാൻ ദൈവമുമ്പാകെ നിൽക്കുമ്പോൾ ഞാൻ ചെയ്തിരിക്കുന്ന ശുശ്രൂഷകളെ കുറിച്ചുള്ള കണക്ക് മാത്രമേ എനിക്ക് ബോധിപ്പിക്കൂ. Yes, but I understood from the scripture that everything I do in this life is accountable to God. ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ദൈവമുമ്പാകെ കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന് വേദപുസ്തകം വളരെ വ്യക്തമായി അനുശാസിക്കുന്നു. I'll try to clarify at least just today morning. ഇന്ന് രാവിലെ അതെങ്കിലും ഞാൻ വ്യക്തമാക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. See, we saw that every man is accountable. എല്ലാ മനുഷ്യർക്കും അതിന് കണക്ക് ബോധിപ്പിക്കുവാന്റെ ആവശ്യമുണ്ട് നാം കണ്ടു. But the judgment is not going to take place in the same time. എന്നാൽ ഒരേ സമയത്തല്ല എല്ലാവർക്കും ന്യായവിധി വരുന്നത്. Yes, not in the same time. ഒരേ സമയത്തല്ല. Many Christians believe that the Lord is going to come, he is going to judge, and he is going to receive the righteous and the others will be put into hell. പലരും വിശ്വസിക്കുന്ന കർത്താവ് വരും, ന്യായവിധി നടത്തും, ചിലരൊക്കെ അവർക്ക് നന്മ ലഭിക്കും, ബാക്കിയുള്ളവരെ നരകത്തിലേക്ക് തള്ളിയിടുമെന്നാണ്. Now Bible very clear, different judgments are there. എന്നാൽ വേദപുസ്തകം നാം സൂക്ഷിച്ചാൽ നമുക്ക് കാണാൻ കഴിയും പല ന്യായവിധികളുണ്ട്. There is a judgment for believers. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം there is a judgment for the people who are living in this world. ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ന്യായവിധിയുണ്ട്. There is a judgment for sinners. പാപികൾക്കുള്ള ന്യായവിധിയുണ്ട്. See, we are going to be judged at the judgment seat of Christ. നാം ക്രിസ്തുവിന്റെ ന്യായസ്ഥലത്തിന് മുമ്പാകെയാണ് നമുക്ക്
നമുക്ക് ന്യായവിധി ഉണ്ടാകും. We read it in 2 Corinthians chapter 5 verses 10. അത് 2 Corinthians 5 നാം വായിക്കുന്നു. Whatever we have done with this body, we will give our own account. നാം നമ്മുടെ ശരീരത്തിൽ ചെയ്ത കാര്യങ്ങൾക്കൊക്കെ നമ്മുടേതായ സ്വന്തമായ വ്യക്തിപരമായ കണക്ക് നാം കൊടുക്കേണ്ടി വരും. Each one of us will give our own account. നാം ഓരോരുത്തരും വ്യക്തിപരമായ കണക്ക് കൊടുക്കേണ്ടി വരും. I cannot send my representative. I have to stand and give my own account. എനിക്കൊരു പ്രതിനിധിയെ അയക്കുവാൻ കഴിയില്ല. ഞാൻ തന്നെ അവിടെ നിന്ന് എന്റെ ജീവിതത്തിന്റേതായ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. I cannot give my account for my wife. എന്റെ ഭാര്യയ്ക്ക് വേണ്ടി എനിക്ക് കണക്ക് കൊടുക്കാൻ കഴിയില്ല. She cannot give the account of my life. എനിക്ക് വേണ്ടി കണക്ക് കൊടുക്കാൻ കഴിയില്ല. She will give her account. അവൾ അവളുടേതായ കണക്ക്. I will give my account. എന്റേതായ കണക്ക് ഞാൻ കൊടുക്കണം. Every man, he will give his own account to God. ഓരോ മനുഷ്യനും അവന്റെ തനതായ കണക്ക് ബോധിപ്പിക്കേണ്ടതാണ്. We will stand there and we will give our account. അവിടെ അവന്റെ മുമ്പാകെ നിന്ന് നാം കണക്ക് കൊടുക്കണം. When the Lord is going to come down, കർത്താവ് ഭൂമിയിലേക്ക് കർത്താവ് വരും മടങ്ങി. there is a group of people living here. ഈ ലോകത്ത് ജീവിക്കുന്ന ഒരു ജനക്കൂട്ടമുണ്ട്. He will not allow everyone to enter into his kingdom. എല്ലാവരെയും അവന്റെ ആ രാജ്യത്തിലേക്ക് കടക്കുവാൻ അനുവദിക്കില്ല. You go to Matthew chapter 25 verses 31 onwards. ആ മത്തായി സുവിശേഷം 25-ാം അധ്യായം നാം പഠിച്ചാൽ verses 31. 30-ാം വാക്യം വായിച്ചാൽ, when the Son of Man comes in his glory, ആ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിൽ വരുമ്പോൾ he will sit on the throne of glory. ആ മഹത്വത്തിന്റേതായ സിംഹാസനത്തിൽ അവൻ ഇരിക്കും. Yes, he will sit on the throne of glory. He will judge the people of this world. ആ ഈ ലോകത്തിൽ ഉണ്ടായിരിക്കുന്ന ആ ജനത്തെ അന്ന് അവൻ ന്യായം വിധിക്കും. And only the righteous is going to enter into his kingdom. നീതിമാന്മാരായി മാത്രമാണ് അവന്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നത്. After 1000 years, 1000 വർഷത്തിന് ശേഷം, yes, all the sinners are going to be resurrected. ആ എല്ലാ പാപികളും അവിടെ ഉയർത്തെഴുന്നേൽക്കും. From the time of Cain, ആ കയീന്റെ കാലം മുതൽ, yes, all the sinners are going to be resurrected. They're going to have the body. ആ അവർ ഉയർത്തെഴുന്നേൽക്കും. അവർക്ക് ശരീരം ഉണ്ടായിരിക്കും. And they're going to be judged at the great white throne judgment. ആ വലിയ വെള്ള സിംഹാസനത്തിന് മുമ്പിൽ അവർക്ക് ന്യായവിധി ഉണ്ടാകും. You read it in Revelation chapter 20 verses 11 to 15. അത് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 15 മുതൽ 20 വാക്യങ്ങൾ കാണുവാൻ. Yes, 11 to 15. 11 മുതൽ 15 വാക്യം കാണുവാൻ. You know, there is a thought came to my mind. എന്റെ മനസ്സിലോട്ട് ചിന്ത ഇങ്ങനെ കടന്നു വന്നു. Only the sinners are going to be resurrected there. പാപികൾ മാത്രമാണ് അവിടെ ഉയർത്തെഴുന്നേൽക്കുന്നത്. All are going to be sent into hell. എല്ലാവരും നരകത്തിലേക്ക് അയക്കപ്പെടും. Then why there is a judgment needed for this? അവിടെ വെച്ച് ഒരു ന്യായവിധി നടത്തുന്നത്. We read in the scripture, God is a righteous judge. നാം വായിക്കുന്നത് വേദപുസ്തകത്തിൽ നാം വായിക്കുന്നത് കർത്താവിനെ സംബന്ധിച്ചിടത്തോളം അവൻ ന്യായമുള്ള ന്യായാധിപതിയാണ്. Yes, he will not send every sinners in the same judgment. എല്ലാ പാപികൾക്കും ഒരേ ന്യായവിധിയല്ല നടത്തുന്നത്. Yes, there are righteous sinners here. That means people who didn't do much sin. ആ പാപം ചെയ്തതിനുള്ള വ്യത്യാസമുള്ളതായ പലവിധത്തിലുള്ള പാപികളുണ്ട്. There are very cruel people. വളരെയധികം ദുഷ്ടതയുള്ളതായ ജനങ്ങളുണ്ട്. They have done many wicked things. വളരെയധികം ദുഷ്ടത പ്രവർത്തിച്ചതായ ആളുകളുണ്ട്. But there are good people also, but they have not accepted the Lord. അവരെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ചില്ല എങ്കിലും നല്ലതായ മനുഷ്യരുണ്ട്. Yes, they also will go to hell because their names are not written in the book of Lamb. അവരുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ എഴുതാത്ത മുഖാന്തരം അവർ നരകത്തിലേക്ക് പോകും. But do you know something? The sinners are going to have different judgment in hell. എന്നാൽ ഈ പാപികളെ സംബന്ധിച്ചിടത്തോളം അവർക്കും വ്യത്യസ്തമായ ന്യായവിധികൾ ഉണ്ടാകും. Just like believers are going to have different, rewards. ആ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ദൈവസന്നിധാനത്തിൽ പോകുമ്പോൾ വ്യത്യസ്തമായ കിരീടങ്ങൾ ലഭിക്കുന്നത് പോലെ, same way the sinners are going to be judged based on the work they have done here. അതുപോലെ തന്നെ പാപികളെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്തിരിക്കുന്ന പ്രവൃത്തികൾക്ക് അനുസാരമായിട്ടാണ് അവർക്കും വ്യത്യസ്തമായ they are not going to put into the same place just like one judgment. ഒരു ന്യായവിധിക്ക് കീഴിൽ ഒരു സ്ഥലത്തേക്ക് എല്ലാവരും പോകുന്നത്. They will go to hell. അവർ നരകത്തിലേക്ക് പോകും. Their judgment will be based on the work that is written. എന്നാൽ അവർക്ക് കിട്ടുന്ന ന്യായവിധി അവർ ചെയ്തിരിക്കുന്ന പ്രവൃത്തികൾക്ക് അനുസാരമായി. There are 3 judgments waiting for men. 3 ന്യായവിധികൾ മനുഷ്യന് വേണ്ടി നോക്കുക. But let us look into our own life. നമ്മുടെ സ്വന്തം ജീവിതത്തിലേക്ക് നമുക്ക് നോക്കാം. I'll just try to cover up something in relation to that. അതിനോടനുബന്ധിച്ച് ചില കാര്യങ്ങളെങ്കിലും നമുക്ക് നോക്കാൻ കഴിയും. 2 Corinthians chapter 5 verses 10. 2 കൊരിന്ത്യർ 5:10. Yes, we as brethren people, we think that we know everything. വേർപാടുകാരെന്നുള്ള നിലയ്ക്ക് നമുക്ക് എല്ലാം അറിയാവുന്ന ചിന്തയാണ് നമുക്ക്. But only when we study the scripture we understand that we don't know much things. എന്നാൽ വേദപുസ്തകം നാം പരിശോധിക്കുമ്പോഴാണ് നാം മനസ്സിലാക്കുന്നത് നമുക്ക് വിശേഷിച്ചൊന്നും അറിയാൻ I thought I knew about this. Why there is no need of studying this? കാര്യത്തെക്കുറിച്ച് എനിക്ക് അറിയാവുന്നതാണ്. എന്തുകൊണ്ടാണ് സമയം ചിലവാക്കിയത് പഠിക്കേണ്ടതെന്ന് ഞാൻ ചിന്തിച്ചു. But only after studying I understood that my knowledge was very little. എന്നാൽ പരിശോധിച്ച ശേഷമാണ് മനസ്സിലായത് അതിനെക്കുറിച്ചുള്ള എൻ്റെ അറിവ് വളരെ പരിമിതമായിരുന്നു. Look at chapter 2 of Corinthians and verses 5 and verses 10. 2 Corinthians chapter 2 verses 10. അതിന്റെ 10-ാം വാക്യം. For we must all appear before the judgment seat of Christ, that each one may receive the things done in the body according to what he has done, whether good or bad.
Yes. 2 Corinthians 5:10. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാണ്. Can you tell me the meaning of good and bad there? അത് നല്ലതും തീയതും എന്നോട് എഴുതിയിരിക്കുന്നതിന്റെ അർത്ഥം പറയാൻ മനസ്സിലായിട്ടുണ്ടോ? Believers are going to stand before the Lord to check whether it was good or bad. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ദൈവസന്നിധാനത്തിൽ നിന്നുകൊണ്ട് അവർ ചെയ്തത് നല്ലതാണോ തീയതാണോ എന്ന് പരിശോധിക്കേണ്ടത്. Is it the examination of sin, what we have committed and the righteous things we have committed? നാം ചെയ്തിരിക്കുന്ന പാപങ്ങളാണോ നാം ചെയ്ത നീതിയുടെ പ്രവൃത്തികളാണോ എന്ന് പരിശോധിക്കേണ്ട സമയം വരും. No, brothers and sisters, no. അങ്ങനെയില്ല. It is not about sin. അത് പാപത്തെ കുറിച്ചല്ല. Do you know why? എന്തുകൊണ്ടെന്നാൽ He has promised us, I will remember your sins no more. എന്തുകൊണ്ടെന്നാൽ നിന്റെ പാപങ്ങൾ ഞാൻ ഒരിക്കലും ഓർക്കുകയില്ല എന്ന്. I will blot out your transgression. നിന്റെ പാപങ്ങളൊക്കെ ഞാൻ മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. I will remember it no more. ഞാൻ ഒരിക്കലും ഇനി ഓർക്കുകയില്ല. Our sins are not going to be opened there. നമ്മുടെ പാപങ്ങളെ കുറിച്ച് അവിടെ ഒരിക്കലും ഇനി തുറക്കപ്പെടുകയില്ല. I see many faces, maybe questioning me, thinking that no sins are not going to ask there. അവിടെ ഒരു പാപങ്ങളെ കുറിച്ച് ഒന്നും ചോദിക്കില്ല എന്നുള്ള കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ പലർക്കും സംശയം തോന്നി. Then what is the meaning of this? എന്നാൽ ഇതിന്റെ അർത്ഥം എന്താണ്? Yes, Colossians, Isaiah chapter 43 verses 25. No need of reading, we don't have time. ഏശയ്യാപ്രവചനം 43 അധ്യായം. Yes, and 25. 25 വാക്യം. Even I, he that blotted out your transgression. നിന്റെ കുറ്റങ്ങളെ ഞാൻ മായ്ച്ചു കളയും. I will remember it no more. ഞാൻ ഒരിക്കലും ഓർക്കയില്ല. We read it in Hebrews 10 verses 16 onwards. എബ്രായ 10:16 വാക്യം നാം വായിക്കുന്നു. See, when he forgives, അവൻ നമ്മളോട് ക്ഷമിക്കുമ്പോൾ he forgets. അവനത് മറന്നു കളയുന്നു. He will not remember it again. അത് ഒരിക്കലും ഓർക്കയില്ല. Do you know that? അത് നിങ്ങൾക്കറിയാമോ? So there is a question came to my mind. അപ്പോൾ ഒരു ചോദ്യം എൻ്റെ മനസ്സിലേക്ക് വന്നു. See, I was saved in 1974. 1974 രക്ഷിക്കപ്പെട്ടു. I perfectly know that Lord has forgiven the sins I have committed till 1974. 74 ആ സമയം വരെയും ചെയ്ത എല്ലാ പാപങ്ങളെയും കർത്താവിനോട് ക്ഷമിച്ചു എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. What about the sins I have committed after that? അതിനുശേഷം ചെയ്ത പാപങ്ങളെ കുറിച്ച് that I thought I have to give account of it when I go to heaven. സ്വർഗ്ഗത്തിൽ പോകുമ്പോൾ അതിന് ഞാൻ കണക്ക് കൊടുക്കേണ്ടി വരും എന്ന് ഞാൻ ചിന്തിച്ചു. But let me remind you, എന്നാൽ ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. the Lord is not going to ask anything about your sins in heaven. സ്വർഗ്ഗത്തിൽ വെച്ച് ദൈവം നമ്മളോട് ആരോടും നാം ചെയ്യുന്ന പാപങ്ങളെ കുറിച്ച് കണക്ക് ചോദിക്കും. I'll tell you why. എന്തുകൊണ്ടെന്ന് ഞാൻ പറയാം. There is no more judgment for sinners. എന്തുകൊണ്ടെന്നാൽ പാപികൾക്ക് ഇനി ഒരിക്കലും ഒരു those who have believed in Christ. Romans chapter 8. Those who are in Christ, they don't have any more judgment. So what happens to the sin I have committed after the sin, after salvation? See, when Father has laid my iniquities upon him, I was not born. My father was not born. My grandfathers were not born. I haven't sinned. But how can God lay all my sins upon him when I was not born or when I didn't do this? God is omniscient, nothing is hidden before him. Do you know? After knowing your whole life, he has chosen you and me. Even before choosing Peter, he knew Peter is going to deny him. Yes, nothing is happening accident in my life. If he has chosen me, he has known everything that is coming in my life. There is only one judgment for sin for God. That judgment is hell. Yes, the wages of sin is death, that is eternal death. He that sinneth, he shall die, that is eternal death. That God is not going to give me. You know why? All my sins, even before my salvation and after my salvation, that was laid on the Lord. Now a question comes. If it is like that,
ആ കാര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ I can live it in any way I want after my പിന്നെ salvation. എനിക്ക് ഇഷ്ടം പോലെ ജീവിക്കാമല്ലോ. That is because we have not understood, in relation to the judgment, the things that is revealed to us. നമുക്ക് വെളിപ്പെടുത്തി കിട്ടിയിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ശരിയായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. Believers, they have three kind of judgment. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ത്രിവിധമായിട്ടുള്ളതായ ന്യായവിധികളുണ്ട്. You know what it is? എന്താണെന്ന് അറിയാമോ? We have a past judgment as a sinner. ഒരു പാപി എന്നുള്ള നിലയിൽ നമുക്കൊരു പഴയ ന്യായവിധിയുണ്ട്. It is already past. അത് കഴിഞ്ഞിരിക്കുന്നു. Yes, as a sinner, we don't have any more judgment because past judgment as a sinner. ഒരു പാപി എന്നുള്ള നിലയിൽ നമ്മുടെ ന്യായവിധി കഴിഞ്ഞു പോയി, അത് നമുക്ക് മുൻകൂട്ടി നടന്നു കഴിഞ്ഞു. But today, എന്നാൽ ഇന്ന് we have a present judgment. നമുക്ക് ഇന്ന് വർത്തമാന കാലത്ത് നമുക്കൊരു ന്യായവിധിയുണ്ട്. As a son, we go through a present judgment. നമുക്ക് ഈ സമയത്ത് നമ്മുടെ ഇപ്പോഴുള്ള ജീവിതത്തിൽ നമുക്കൊരു ന്യായവിധിയുണ്ട്. As a son, പുത്രൻ എന്നുള്ള നിലയിൽ. Yes, that is known as chastisement. അതെന്തെന്ന് ചോദിച്ചാൽ ബാലശിക്ഷ എന്നാണ്. Bible is very clear. God is not going to chastise sinners in this world because a day for judgment for them is prepared. പാപികളെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്ന പാപത്തിന് ഈ ലോകത്തിൽ വെച്ച് അവർ ബാലശിക്ഷ ചെയ്യുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അവർക്ക് ഒടുവിൽ ഒരു ന്യായവിധിയുണ്ട്. But why God is judging believers today? പിന്നെ എന്തുകൊണ്ടാണ് ദൈവം വിശ്വാസികളെ ബാലശിക്ഷ കഴിക്കുന്നത്? Because they don't have any more judgment. So today, as a son, Father is dealing with us. അതുകൊണ്ടാണ് അവർക്ക് മറ്റൊരു ന്യായവിധി ഭാവി കാലത്ത് ഇല്ലാത്തത് കൊണ്ട് പിതാവ് പുത്രനോട് ഇടപെടുന്ന പോലെ നമുക്കിവിടെ അവൻ ബാലശിക്ഷ നൽകുന്നത്. Turn to Hebrews chapter 12. എബ്രായലേഖനം 12-ാം അധ്യായത്തിലേക്ക് വരിക. If you are in the assembly, if you are breaking the bread, and if you think you are a believer, നിങ്ങൾ ഈ സഭയിലായിരിക്കുകയും നിങ്ങൾ അപ്പം മേശകൾ പങ്കുകൊള്ളുകയും അപ്പം മുറിക്കുകയും ചെയ്യുന്നുവെങ്കിൽ, and if you have gone away from God and doing all kinds of things even secretly, നിങ്ങൾ രഹസ്യമായിട്ട് ദൈവസന്നിധാനം വിട്ട് കടന്നുപോയി മറ്റു ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, if the Lord is not dealing with you, കർത്താവ് നിന്നോട് ഇടപെടുന്നില്ല, Bible says that you are not born again. വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നത് നീ രക്ഷിക്കപ്പെട്ടവനല്ല. Look at Hebrews chapter 12. എബ്രായലേഖനം 12-ാം അധ്യായം verses 8. അതിന്റെ 8-ാം വാക്യം. If you are without chastening, of which all have become partakers, then you are illegitimate and not sons. എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നു എങ്കിൽ നിങ്ങൾ മക്കളല്ല, കൗടലയന്മാരത്രേ. You are illegitimate. You are not born into the family of God. ദൈവത്തിന്റെ ഭവനത്തിലേക്ക് നിങ്ങൾ ജനിച്ചിട്ടില്ല. You are making all kind of problems. മറ്റുള്ള പ്രശ്നങ്ങളുണ്ട്. There are secret sins. അനേക രഹസ്യപാപങ്ങളുണ്ട്. God is not dealing with you. ദൈവം നിങ്ങളോട് ഇടപെടുന്നില്ല. You have to examine whether you are a son of God. നീ ഒരു ദൈവത്തിന്റെ മകനാണോ ഇല്ലയോ എന്ന് നീ നിന്നെ തന്നെ പരിശോധിക്കണം. Otherwise God will deal with you in chastisement. അല്ലെങ്കിൽ ദൈവം നിന്നോട് ബാലശിക്ഷയിൽ കൂടെ നിന്നെ ശിക്ഷിക്കും. Brothers and sisters, I fear about believers. You are in the assembly. I fear whether many of them are whether born again. ഇന്ന് എനിക്ക് സംശയമുള്ള ഒരു കാര്യമായിട്ടാണ് ഇരിക്കുന്നത്. കാര്യങ്ങളുടെ ചുറ്റുപാടുകൾ നോക്കിയാൽ നമ്മുടെ സഭകളിലുള്ള അനേകർ രക്ഷിക്കപ്പെട്ടവരാണോ ഇല്ലയോ എന്ന് സംശയിക്കേണ്ടതാണ്. If a man is in Christ, he is a new creation. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. There is a new character. അവന്റെ ജീവിതത്തിൽ ഒരു പുതിയ സ്വഭാവമുണ്ട്. I can take from the scripture, we have been made partakers of divine nature. സ്വർഗീയമായ സ്വഭാവത്തിന് നാം അതിനോട് നാം അനുരൂപമാക്കിയിരിക്കുന്നു, കൂട്ടായ്മയായിരിക്കുന്നു. Yes. If it is not there, and if God is not correcting us, it is written here, you are not son, you are illegitimate. Turn to Jeremiah chapter 48. Yes, 48 and verses 11. We read about Moab has been at ease from his youth. He has settled on his drugs. He has not been emptied from vessel to vessel, nor has he gone into captivity. Therefore his taste remained in him, and his scent has not changed. മട്ടിന്മീതെ തെളിഞ്ഞു നിന്നു. അവനെ പാത്രത്തിൽ നിന്ന് പാത്രത്തിലേക്ക് പകരുകയോ പ്രവാസത്തിലേക്ക് കൊണ്ടുപോവുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവനെ സ്വാദ് അവനിൽ തന്നെ ഇരിക്കുന്നു. അവൻ Why Israel has gone to captivity? എന്തുകൊണ്ടാണ് ഇസ്രായേൽ
പ്രവാസത്തിലേക്ക് കടന്നു പോകാൻ Why Israel has been chastised by God? എന്തുകൊണ്ടാണ് ദൈവം ഇസ്രായേലിനെ ശിക്ഷിച്ചത്? Go to the book of Judges. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് പോകുക. Again and again others will come and attack them. വീണ്ടും വീണ്ടും മറ്റുള്ളതായ ജാതികൾ വന്ന് അവരെ കീഴടക്കുവാൻ. We read there God raised the enemies to attack Israel. ദൈവമാണ് അവരോട് പോരാടുവാനായിട്ട് ആ വൈരികളെ ഉയർത്തിവിട്ടത്. Then why Moab settled on its lease? എന്തുകൊണ്ടാണ് മോവാബിനെ സംബന്ധിച്ചിടത്തോളം അവർ തന്നെത്താൻ അങ്ങനെ ആയിരുന്നത്? No, they have settled on the lease. മട്ടിന്മേൽ തെളിഞ്ഞിരിക്കുന്നു. അവർ മട്ടിന്മേൽ എന്തുകൊണ്ടാണ് തെളിഞ്ഞു നിൽക്കുന്നത്? No, God is not judging them. ദൈവം അവരെ ന്യായം വിധിക്കുന്നില്ല. Is Moab better than Israel? അവർ ഇസ്രായേലിനേക്കാൾ എന്തെങ്കിലും നല്ല ആളുകളാണോ? Moab is born to Lot's daughter in illegitimate relation. ലോത്തിന്റെ മക്കളായിട്ട് ഉള്ള അവിഹിതമായ ബന്ധത്തിൽ നിന്നുണ്ടായതാണ് മോവാബ്. Moabs and Ammonites are illegitimate. അമാലേക്കിനെ സംബന്ധിച്ചിടത്തോളം മോവാബിനെ സംബന്ധിച്ചിടത്തോളം ലോത്തിന്റേതായ അവിഹിതമായ ബന്ധത്തിൽ വന്നതാണ്. But Israel, God says, is my son. എന്നാൽ ഇസ്രായേലിനെ കുറിച്ച് ദൈവം പറയുന്നത് അവന്റെ പുത്രനാണ്. But this Moab is illegitimate. എന്നാൽ മോവാബിനെ സംബന്ധിച്ചിടത്തോളം അത് കൗടലേയനാണ്. God is not dealing with them. ദൈവം ഇടപെടുന്നില്ല. God will not judge them. ദൈവം അവരെ ന്യായം വിധിക്കില്ല. That's the reason they are settled. God says settle on its lease. മട്ടിന്മീതെ തെളിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് അവർ മട്ടിന്മീതെ തെളിഞ്ഞു നിൽക്കുന്നത് നമ്മൾ Yes, വായിക്കുന്നത്. but Israel was emptied from one vessel to another vessel in order to throw away that lease. അതുകൊണ്ടാണ് ഇസ്രായേലിനെ ഒരു പാത്രത്തിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് അവർക്കുണ്ടായിരുന്ന ആ മട്ട നീക്കി കളയുവാൻ തക്കവണ്ണം ദൈവം സാധിച്ചു. Why God poured them to Babylon? എന്തുകൊണ്ടാണ് ദൈവം ബാബിലോട്ട്? Why they have gone through suffering? എന്തുകൊണ്ടാണ് അവർ കഷ്ടപ്പാടുകൾക്ക് ഉദരങ്ങൾ കൂടെ കടന്നുപോയത്? Israel is his son. എന്തുകൊണ്ടാണ് ഇസ്രായേൽ പുത്രനാണ്? But Moab, God is not dealing with them. എന്നാൽ മോവാബുമായിട്ട് ദൈവത്തിന് യാതൊരു കാര്യവുമില്ല. We read in Hebrews chapter 12 verse 8. എബ്രായർ ലേഖനം 12:8 നാം വായിച്ചു. If you are not without chastisement, you are not the sons, you are illegitimate. നിങ്ങൾക്ക് ബാലശിക്ഷ ദൈവം നൽകുന്നില്ലെങ്കിൽ നിങ്ങൾ കൗടലേയന്മാരത്ര, നിങ്ങൾ ദൈവത്തിന്റെ മക്കളല്ല, അവന്റെ ഭവനത്തിലില്ല. In otherwise you are not born again. അല്ലെങ്കിൽ മറ്റൊരു വാക്യത്തിൽ വ്യക്തമായി പറഞ്ഞാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല. Brothers, we don't have any more judgment. It is past because we are in Christ. നാം ക്രിസ്തുവിലായതുകൊണ്ട്, നാം രക്ഷിക്കപ്പെട്ടവരായതുകൊണ്ട്, വീണ്ടും ജനിച്ചവരായതുകൊണ്ട് നമുക്ക് ഇനി യാതൊരു ശിക്ഷയും we are today his children. നാം അവന്റെ മക്കളാണ്. Today we go through another kind of judgment. നാം മറ്റുള്ള ഒരു ന്യായവിധിയിൽ കൂടെയാണ് നാം കടന്നു പോകുന്നത്. That is a judgment known as chastisement in scripture. അത് വേദപുസ്തകത്തിൽ നാം വായിക്കുന്ന ബാലശിക്ഷ എന്നാണ്. If I had time I would have taken in details. അതിന് വിശദമായി പറയാൻ തൊക്കെ സമയമില്ല. When things goes wrong in the life of a believer, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ കാര്യങ്ങൾ ശരിയായി പോകാതിരിക്കുമ്പോൾ God is not waiting there with a stick to hit us. He is not waiting there to hit us with a stick. നമ്മൾ വടി കൊണ്ട് അടിക്കുവാനൊക്കെ അവൻ വെയിറ്റ് ചെയ്യല്ല. You know when God is going to deal with us? ദൈവം എപ്പോഴാണ് നമ്മളോട് ഇടപെടാൻ പോകുന്നത്? Turn to Jeremiah. യെരമ്യാ പ്രവചനം. I'll show you from the book of Jeremiah because we were thinking about Israel. നാം ഇസ്രായേലിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. യെരമ്യാ പ്രവചനത്തിൽ നിങ്ങളോട് കാണിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. Yes, look at Jeremiah chapter 2. യെരമ്യാവിന്റെ പ്രവചനം 2-ാം അധ്യായം. And we'll read verses 35. അതിന്റെ 35-ാം വാക്യം. യെരമ്യാ 2:35. Yes. അതിങ്ങനെ വായിക്കുന്നു. നീയോ ഞാൻ കുറ്റമില്ലാത്തവൾ, അവന്റെ കോപം എന്നെ വിട്ടു മാറിയിരിക്കുന്ന സത്യം എന്ന് പറയുന്നു. ഞാൻ പാപം ചെയ്തിട്ടില്ല എന്ന് നീ പറയുകൊണ്ട് ഞാൻ നിന്നോട് വ്യവഹരിക്കും. Yes, behold, I will deal with you, for you say you have not sinned. നീ പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് കൊണ്ട് ഞാൻ നിന്നോട് വ്യവഹരിക്കും. Yes, I will deal with you, Israel. ഞാൻ നിന്നോട് വ്യവഹരിക്കും. ഇസ്രായേലേ, ഞാൻ നിന്നോട് വ്യവഹരിക്കും. Look at chapter 3. അതിന്റെ 3-ാം അധ്യായം നോക്കുക. Verses 13. അതിന്റെ 13-ാം വാക്യം. God is pleading with them, only acknowledge your offense. നിന്റെ ദൈവമായ യഹോവയോട് നീ ദ്രോഹം ചെയ്തു, പച്ചമരത്തിൽ. Yeah, you just obey, acknowledge your offense. പാപം ചെയ്തിരിക്കുന്ന നിന്റെ കുറ്റം നീ സമ്മതിക്കുക. Oh, since you don't acknowledge, I will deal with you. നിന്റെ പാപം നീ സമ്മതിക്കാതിരിക്കുന്നത് കൊണ്ട് ഞാൻ നിന്നോട് ഇടപെടും. As we come to 1 John chapter 1 verses 9. 1 യോഹന്നാൻ 1:9 വാക്യത്തിൽ വരുമ്പോൾ, if we confess, he will forgive. നാം നമ്മുടെ കുറ്റം പാപം ഏറ്റുപറഞ്ഞാൽ അവൻ നമ്മോട് ക്ഷമിക്കും. Oh Israel, if you don't confess your sin, I will deal with you. ഇസ്രായേലേ, നിന്റെ പാപം നീ ഏറ്റുപറഞ്ഞില്ലെങ്കിൽ ഞാൻ നിന്നോട് വ്യവഹരിക്കും. You say you have not sinned. നീ പറയുന്നത് നിനക്ക് പാപമൊന്നുമില്ലെന്നാ. You know, we can after doing something wrong, തെറ്റ് ചെയ്തതിനു ശേഷം, or we made some problem in the assembly, അല്ലെങ്കിൽ സഭയ്ക്കുള്ളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയതിനു ശേഷം, only one of the 4 ways we will deal with that. 4 വഴികൾ ഏതെങ്കിലും ഒരു വശത്തിലാണ് നമ്മൾ. You know, the first thing what we do, ഒന്നാമത് നാം ചെയ്യുന്നത് എന്താണ്? we read in the book of Genesis. I don't have time to read. ഉൽപ്പത്തി പുസ്തകത്തിൽ ഞാൻ വായിക്കുന്നത്, you know, we will try to blame someone. നാം മറ്റുള്ള ആരെങ്കിലും അവനെ കുറ്റം ചുമത്തും. God came to Adam and asked,
Did you eat from the tree which I told you don't eat? നീ നിന്നോട് ഞാൻ തിന്നരുതെന്ന് കൽപ്പിച്ച മരത്തിന്റെ ഫലം നീ ഭക്ഷിച്ചുവോ എന്ന് ആദാമിനോട് The ചോദിച്ചപ്പോൾ woman you gave to be with me, she brought it and I നീ ate. എനിക്ക് നൽകിയ സ്ത്രീ എനിക്ക് തന്നു, ഞാൻ അത് തിന്നു. He was blaming his wife. തന്റെ ഭാര്യയെ താൻ കുറ്റപ്പെടുത്തി. God turned to Eve. ഹവ്വയോട് ചോദിച്ചു, Did you do that? നീ അത് ചെയ്തോ? Satan has deceived me. ആ സാത്താനാണ് എന്നെ വഞ്ചിച്ചത്. Blaming someone. മറ്റുള്ള ആരെങ്കിലും കുറ്റപ്പെടുത്തുക. We many a times we do wrong things and we try to blame others. നാം എന്തെങ്കിലും കാര്യം തെറ്റായി ചെയ്യുമ്പോൾ നമ്മുടെ പ്രാരംഭമായി നാം ചെയ്ത മറ്റുള്ളവരെ കുറ്റക്കാരെ കാണും. Second thing, രണ്ടാമത്തെ, we'll try to bring some excuses. അതിനോട് നമുക്ക് എന്തെങ്കിലും ഒഴിവുകൾ പറയും. We read it in 1 Samuel chapter 15. 1 ശമൂവേൽ 15-ാം അധ്യായത്തിൽ നാം കാണുന്നു. God told King Saul to annihilate all ആ Amalekites. ശൗലിനോട് പറഞ്ഞു, നീ എല്ലാ അമാലേക്യരെയും കൊന്നൊടുക്കണം. But there when Samuel came, he was hearing the bleating of the sheep and the lowering of the oxen. ആ ശമൂവേൽ അവിടേക്ക് വന്നപ്പോൾ കൂടാര പരിസരങ്ങളിൽ അവിടെ ആടിന്റെയും അതുപോലെ മൃഗങ്ങളുടെ ഒക്കെ ശബ്ദം കേട്ടു. Yes, what is this? ഇതെന്താണത്? Your people, നിന്റെ ആളുകൾ, they have kept best of things to offer to your God. അതിനുള്ളതായ നല്ല മൃഗങ്ങളൊക്കെ ദൈവത്തിനായിട്ട് അർപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ വെച്ചിരിക്കുകയാണ്. Trying to bring excuses. ഒഴിവ് കഴിവുകൾ പറയുക. Third way, മൂന്നാമത്തേത്, Proverbs chapter 28 verse 13. സദൃശവാക്യം 28:13. 28:13. We will try to cover up. അത് നമ്മൾ മറയ്ക്കുവാൻ ശ്രമിക്കും. Yes, he that covereth up his sin, he shall not prosper. തന്റെ പാപത്തെ മറയ്ക്കുന്നതിന് ഒരു കാലത്തും അവന് യാതൊരു ഗുണവും ഉണ്ടാകില്ല. Fourth one. നാലാമത്തേത്, Turn to 1 Corinthians 1 കൊരിന്ത്യർ chapter 11. 11-ാം അധ്യായം. We saw first one, we will try to blame someone. ആദ്യം നാം കണ്ടത് നാം മറ്റാരെങ്കിലും കുറ്റപ്പെടുത്തും. Second, we will try to bring excuses. രണ്ടാമത് നാം ഒഴിവുകൾ പറയും. Third, we will try to cover it up. മൂന്നാമത് നാം മറയ്ക്കുവാൻ ശ്രമിക്കും. Look at 1 Corinthians chapter 11. 1 കൊരിന്ത്യർ 11-ാം അധ്യായം Verses 31 onwards. അതിന്റെ 31 മുതലുള്ള വാക്യങ്ങൾ. If we judge ourselves, we will not be judged. But if we are judged, we are chastened by the Lord, that we may not be condemned with the world. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. Yes. വിധിക്കപ്പെടുന്നുവെങ്കിലോ Yes. നാം ലോകത്തോടു കൂടെ ശിക്ഷാവിധിയിൽ അകപ്പെട്ടിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കും. Yes, look at that. If we judge ourselves, we will not be judged. നാം നമ്മെ തന്നെ വിധിക്കുന്നെങ്കിൽ നമുക്ക് ന്യായവിധി If ഉണ്ടാകില്ല. you confess your sin, God will forgive. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നെങ്കിൽ ദൈവം നമ്മെ ക്ഷമിക്കും. And he promises, I will forgive and I will cleanse you. ഞാൻ നിന്റെ പാപങ്ങളോട് ക്ഷമിക്കുകയും ഞാൻ നിന്നെ ശുദ്ധീകരിക്കുകയും ചെയ്യും. I have 2 daughters and 1 son. രണ്ട് സഹോദരന് 2 പെൺമക്കളും ഒരു മകനുമുണ്ട്. They are all grown up now. അവരെല്ലാവർക്കും പ്രായമായി. I'm just telling a story. അതിനെ കുറിച്ച് വിവരം പറയുകയാണ്. My little daughter, ചെറിയ മകള്, I told her, don't play in the mud, it is rain and there is a lot of mud. മഴയൊക്കെ ഉള്ള സമയത്ത് ചെളിയിൽ പോയി കളിക്കരുതെന്ന് പറഞ്ഞു. Daddy, I will not play. ഞാൻ കളിക്കത്തില്ല. But after some time I saw her fallen in the mud and her body is with the mud. അല്പം കഴിഞ്ഞപ്പോൾ ആ ചെളിയിൽ പോയി അവള് കളിച്ചു, ദേഹത്തൊക്കെയും ചെളിയും കെട്ടു. I caught hold of her. ആളെ പിടിച്ചു. I raised my hand to slap. അടിക്കുവാനായിട്ട് കൈ ഓങ്ങി. Daddy, don't hit me, I will not do it again. നീ അടിക്കണ്ട, ഞാൻ ഈ ഒരിക്കലും ചെയ്യില്ല എന്ന് അവള് പറഞ്ഞു. I am the father. ഞാൻ പിതാവാണ്. Father pities his children. ദയ തോന്നി. I didn't hit her. അടിച്ചില്ല. I not only forgave, അവളെ ക്ഷമിച്ചു എന്ന് മാത്രമല്ല, but I took her to the pipe and washed all the dirt. അവളെ അകത്തോട് കൊണ്ടുവന്ന് ആ പൈപ്പിന്റെ കീഴിൽ വെള്ളം ഒഴിച്ചോളെ അവളെ കുളി വൃത്തിയാക്കി. He promised us, if you confess, I will forgive and I will cleanse you. നമ്മുടെ പാപങ്ങളെ നാം ഏറ്റുപറഞ്ഞാൽ അവൻ നമ്മെ അവിടെ ക്ഷമിക്കുകയും നമ്മളെ ശുദ്ധീകരിക്കുകയും ചെയ്യും. If you don't, അവൻ ചെയ്തില്ലെങ്കിൽ, if you don't judge yourself, നാം നമ്മെ തന്നെ വിധിച്ചില്ലെങ്കിൽ God will judge you. ദൈവം നമ്മെ ന്യായം വിധിക്കും. O Israel, I will deal with you, for you say you have not sinned. നീ പാപം ചെയ്തിട്ടില്ല എന്ന് അല്ലയോ ഇസ്രായേൽ നീ പറയുന്ന മുഖാന്തരം ഞാൻ നിന്നോട് വ്യവഹരിക്കും. Israel, you only acknowledge your offense. ഞാൻ നിനക്ക് നിന്റെ കുറ്റങ്ങൾ അറിയാൻ പാടില്ലെങ്കിൽ Just acknowledge it. നീ അത് സമ്മതിക്കുക. Yes, since you say you have not sinned, I will deal with you. നീ അത് ഏറ്റു പറയുവാൻ നീ മനസ്സില്ലാത്തതുകൊണ്ട് ഞാൻ നിന്നെ ശിക്ഷിക്കും. Brothers, keep a short account with God. സഹോദരന്മാരെ, ദൈവമായിട്ടുള്ള കണക്കുകളൊക്കെ എത്രയും ചെറുതായിരിക്കും പെട്ടെന്നായിരിക്കും. Yes, we need to confess. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയണം. We should never try to justify ourselves. ഒരിക്കലും നമ്മൾ ന്യായീകരിക്കുവാൻ ശ്രമിക്കരുത്. Lord, forgive me.
കർത്താവേ എന്നോട് ക്ഷമിക്കണമേ, He will forgive us. അവൻ നമ്മെ ക്ഷമിക്കും. So we saw we don't have any more judgment. അതുകൊണ്ട് നമുക്ക് ഇനി ഒരു ന്യായവിധി ഇല്ല എന്ന് നാം കണ്ടു. All the sins we have committed laid upon the Lord. നമ്മൾ ചെയ്ത എല്ലാ പാപങ്ങളും അവൻ കർത്താവിന്റെ മേൽ വെച്ചു. Let me remind you something. മറ്റൊരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. This chastisement is detailed in the New Testament. ആ പുതിയ നിയമത്തിൽ ബാലശിക്ഷയെ കുറിച്ച് വളരെ വിശദമായി സംസാരിക്കുന്നുണ്ട്. It's very difficult to preach. അത് പ്രസംഗിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. God speaks to us. എന്നാൽ ദൈവം നമ്മളെ കുറിച്ച് സംസാരിക്കുന്നു. God spanks us. ദൈവം നമ്മളെ ശിക്ഷിക്കുന്നു, അടിക്കുന്നു. If we are not being corrected, നമ്മെ തന്നെ കാര്യങ്ങൾ നമ്മൾ വിട്ടു മാറുന്നില്ലെങ്കിൽ, ശരിയാകുന്നില്ലെങ്കിൽ, He will call us home. അവൻ നമ്മളെ ഭവനത്തിലേക്ക് തിരിച്ചു വിളിക്കും. What happened to Moses? മോശയ്ക്ക് എന്താണ് സംഭവിച്ചത്? The same thing happened. ഇതേ കാര്യം തന്നെയാണ് മോശയ്ക്ക് സംഭവിച്ചത്. All the things are not like that. എല്ലാ കാര്യങ്ങളും ഒരുപോലെയല്ല. See, there was a man born blind. കുരുടനായിട്ട് ജനിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. Jesus told he is born blind not because he or his parents have sinned. അവന്റെ മാതാപിതാക്കൾ ചെയ്ത പാപത്താലല്ല അവൻ കുരുടനായിട്ട് ജനിച്ചത്. But when you go to John's Gospel chapter 5 verse 14, യോഹന്നാൻ സുവിശേഷം 5:14 നാം നോക്കുമ്പോൾ, yes, there was a man lying at the pool of Bethesda for 38 years. ആ ബെത്സേദ ആ കുളക്കരയെ 38 വർഷമായി കിടക്കുന്ന മനുഷ്യനാണ്. Sin no more, that verse will come upon you. നീ ഇനി പാപം ചെയ്യരുത് എന്നാണ് പറയുന്നു. Yes, because the verse will come upon you. എന്തുകൊണ്ടെന്നാൽ ഇതിനേക്കാൾ വളരെ മോശമായ കാര്യം That proves that he was lying there because of his sin. അത് എന്താണ് തെളിയിക്കുന്നത് ചോദിച്ചാൽ തന്റെ പാപം മുഖാന്തരമാണ് അവിടെ കിടക്കുന്നത്. Yes, all the sickness are not chastisement. എന്നാൽ എല്ലാ രോഗങ്ങളും ബാലശിക്ഷയല്ല. We read in the Bible, for this cause many are sick. അത് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നത് ഇത് മുഖാന്തരം അനേക രോഗികളായിരിക്കും. 1 Corinthians 11:30. 11:30. 11:30. Yes, for this cause there is a cause. ഇതൊരു കാരണമുണ്ട്. Yes, for this cause many are sick. ഈ കാരണം കൊണ്ട് അനേക രോഗികളാണ്. Some are asleep. ഇന്ന് നിന്റെ സന്നിധാനത്തിൽ വിശ്രമിക്കുന്നു. Yes, they are asleep. അവർ ഉറങ്ങിയാണ്. Not all because of that, but some are asleep. എന്നാൽ ചിലർ, God calls them, don't be here. ദൈവം അവരെ വിളിക്കുകയാണ്, നിങ്ങൾക്ക് ഇനി ഇവിടെ കാര്യമില്ല, മടങ്ങി വരിക. Yes, as we're studying about the church, സഭയെ കുറിച്ച് ഞാൻ പഠിച്ചപ്പോൾ, you know, God has given them eternal life. ദൈവം അവർക്ക് നിത്യജീവൻ നൽകിയിട്ടുണ്ട്. Yes, they will be in heaven with the Lord. അവർ ദൈവത്തോട് കൂടെയാ. But he don't want to see them in the local church making problems. എന്നാൽ ദൈവം അവരെ പ്രാദേശിക സഭകളിൽ ഇരുന്നുകൊണ്ട് പ്രശ്നമുണ്ടാക്കുന്ന കാണുവാൻ ദൈവത്തിന് താല്പര്യമില്ല. Yes, God told them to, if there are people in the assemblies creating problem, counsel him 1 or 2 times and put him out. I don't want to see him in the church. ദൈവസഭയിൽ പ്രശ്നമുണ്ടാക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല ആലോചന പറഞ്ഞു കൊടുക്കുകയും 1-2 പ്രാവശ്യം അവരോട് ഇടപെടുകയും ശേഷം അവരെ പുറത്താക്കി വെളിയിൽ തള്ളുക. അവരവിടെ കാണുവാൻ തക്കൊണ്ട് ദൈവത്തിന് താല്പര്യമില്ല എന്നാണ്. He will not reject them from the universal church. അവന്റെ സാർവലോകികമായ സഭയിൽ നിന്ന് അവനെ തള്ളിക്കളയത്തില്ല. He will be in heaven. അവൻ സ്വർഗ്ഗത്തിൽ പോകും. But he want to keep his local church purified. എന്നാൽ അവന്റെ പ്രാദേശിക സഭയിൽ അവൻ ആയിരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അത് ശുദ്ധീകരിക്കപ്പെട്ടില്ല. If he is not able to be corrected, അവനെ നമുക്ക് അവന്റെ പ്രയാസത്തിൽ നിന്ന് അവനെ വിടുവിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ, keep it in mind. ഈ കാര്യം മനസ്സിലോർക്കുക. There is a God who loved his church. തന്റെ സഭയെ സ്നേഹിക്കുന്ന ഒരു കർത്താവ്. And he is the one who is building it. അവനാണ് പണിയുന്നത്. And we have to be very careful in dealing in the church. നമ്മുടെ സഭയിലുള്ളതായ നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ വളരെ സൂക്ഷിച്ചു. Yes, brothers, you can make problem with your brother. You should not do. Even if you do something wrong with the brother, it is with one brother. നിങ്ങൾ ഒരു സഹോദരനുമായിട്ടൊരു പ്രശ്നം ഉണ്ടായാൽ അതൊരു സഹോദരനും ഒരു മറ്റു സഹോദരനും തമ്മിലുള്ള പ്രശ്നം മാത്രമായിട്ടാണ്. Yes, but if you create problem in the church, എന്നാൽ നിങ്ങൾ സഭയിൽ പ്രശ്നം ഉണ്ടാക്കിയാൽ, God told, woe unto you who make division in the church. ആ സഭയിൽ ഭിന്നത ഉണ്ടാക്കുന്നവൻ അയ്യോ കഷ്ടം എന്നാണ് കർത്താവ് പറഞ്ഞത്. It's a father, it's a Lord who says, woe. ഇവിടെ ദൈവമാണ് പറഞ്ഞത് അയ്യോ കഷ്ടം. Yes, I don't know where our standard has gone down. നമ്മുടെ നിലവാരം, സഭയുടെ നമ്മുടെ ജീവിതത്തിന്റെ നിലവാരം എവിടെ പോയി എത്തിയിരിക്കുന്നു. I feel so sorry when I traveled in United States. അമേരിക്കയിലുള്ള വ്യത്യസ്തമായ സ്ഥലങ്ങളിലേക്ക് കടന്നു പോയപ്പോൾ many churches, some even have gone to the court in the Gentile court. ചില സഭയിലുള്ള പ്രശ്നങ്ങൾ മുഖാന്തരം ചിലർ കോടതികളിലേക്ക് കടന്നു പോയി. Many churches on the brink of split. അനേക സഭകൾ വളരെയധികം ഭിന്നതകളുടെ പ്രയാസത്തിന്റെ വഴക്കിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. Yes, it is very dangerous. ഇത് വളരെ അപകടകരമാണ്.
അപകടകരമായ Yes, it is dangerous. അത് അപകടകരമാണത്. Yes, we see from the scripture God will deal. ആ ദൈവം അതിനെക്കുറിച്ച് അവനോട് ഇടപെടുമെന്ന് നമുക്ക് വചനത്തിൽ കാണുവാൻ കഴിയും. See, there is no more judgment for us. നമുക്ക് ഇനി ന്യായവിധിയില്ല. No judgment when we go to heaven. സ്വർഗ്ഗത്തിൽ പോയാൽ നമുക്ക് ന്യായവിധിയില്ല. Here God will deal with us. ഇവിടെ അവൻ നമ്മോട് ഇടപെടും. Let me tell one more thing and I'll close this session. ഒരു കാര്യം കൂടെ ഓർപ്പിച്ചിട്ട് ഞാൻ ഈ സെഷൻ അവസാനിപ്പിക്കും. The next session we will see it 2 Corinthians 5:10. 2 കൊരിന്ത്യർ 5:10 അടുത്ത സെഷനിൽ നമുക്ക് ചിന്തിക്കാം. മോശ. I was scared when I understood that. മോശയെക്കുറിച്ചുള്ള സത്യം ഞാൻ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് ഭയമുണ്ടായി. The most meekest man in the earth. ഏറ്റവും അതിസൗമ്യനായ മനുഷ്യൻ ഈ ഭൂമിയിലുള്ളതിലും വെച്ച് അതിസൗമ്യനായ മനുഷ്യൻ. 40 years suffered with his people to lead them to Canaan. 40 വർഷം അവരെ കനാനിലേക്ക് നടത്തുവാൻ തക്കവണ്ണം തന്റെ ജനവുമായി താൻ കഷ്ടപ്പെട്ടു. He told his people, God is dealing you to a good land. അവൻ തന്റെ ജനത്തോട് പറഞ്ഞു, ദൈവം നിന്നെ ഒരു നല്ല ദേശത്തേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ്. He came to the border of that country. ആ ദേശത്തിലേക്ക് കടക്കുവാനുള്ള അതിർവരമ്പിൽ അവരെത്തി. Now God told, I will not allow you to enter. അവിടെ മോശയോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ അവിടെ പോകാൻ സമ്മതിക്കില്ല. If you read that passage, ആ വാക്യങ്ങൾ നീ വായിച്ചാൽ, the most heart-touching prayer ever recorded in Bible is the prayer of Moses. മോശയുടെ പ്രാർത്ഥനയാണ് നമ്മുടെ ഹൃദയസ്പർശിയായിട്ടുള്ള ഏറ്റവും വലിയ പ്രാർത്ഥനയായിട്ട് കാണുവാൻ കഴിയും. Pleading with God, allow me to enter that land. അവൻ ദൈവത്തോട് ഇങ്ങനെ യാചിക്കുകയാണ്, ആ കനാൻ ദേശത്തേക്ക് കടന്നു പോകുവാൻ നീ എന്നെ അനുവദിക്കുക. I have been leading these people for 40 years. 40 വർഷമായി ഞാൻ ഈ ജനത്തെ നടത്തുകയാണ്. Allow me. എന്നെ അനുവദിക്കുക. God told, I will not allow you. ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ അവിടെ പോകാൻ സമ്മതിക്കില്ല. But as I was reading and studying, അതിങ്ങനെ വായിച്ചു പഠിച്ചപ്പോൾ, see, the people that means he was leading, they also didn't enter. താൻ നയിച്ചുകൊണ്ട് വന്ന ജനവിഭാഗങ്ങൾ അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളും അവർ കനാൻ ദേശത്തേക്ക് എത്തിയില്ല. Except Caleb and Joshua. കാലേബും യോശുവയും All other men, 6 lakhs men, their bodies were buried in the desert. ബാക്കിയുള്ള 6 ലക്ഷത്തോളം ഇസ്രായേൽ മക്കളും അവരുടെ ശരീരങ്ങളൊക്കെയും ആ മരുഭൂമിയിൽ അടക്കപ്പെട്ടു. He also became just like them. മോശയും അതുപോലെ തന്നെ ആയിത്തു. They didn't enter, he also didn't enter. അവര് കനാൻ ദേശത്തേക്ക് പ്രവേശിച്ചില്ല, മോശയും പ്രവേശിച്ചില്ല. But do you know how many times these people have sinned? നമുക്കറിയാമോ എത്ര പ്രാവശ്യം ഈ ഇസ്രായേൽ ജനം പാപം ചെയ്തു? Turn to Numbers. I'm not putting you in problem. സംഖ്യാപുസ്തകം നോക്കുക. Look at chapter 14. സംഖ്യാപുസ്തകത്തിന്റെ 14-ാം അധ്യായം. Verses 22. അതിന്റെ 22-ാം വാക്യം. Because all these men who have seen my glory and the signs which I did in Egypt and in the wilderness and have put me to test now these 10 times and have not heeded my voice, they certainly shall not see the land which I showed to their fathers. എന്റെ തേജസ്സും മിസ്രയീമിലും മരുഭൂമിയിലും വെച്ച് ഞാൻ ചെയ്ത അടയാളങ്ങളും കണ്ടിട്ടുള്ള പുരുഷന്മാർ എല്ലാവരും ഇപ്പോൾ 10 പ്രാവശ്യം എന്നെ പരീക്ഷിക്കുകയും എൻ്റെ വാക്ക് കൂട്ടാക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട് അവരുടെ പിതാക്കന്മാരോട് ഞാൻ സത്യം ചെയ്തിട്ടുള്ള ദേശം അവർ കാണുകയില്ല. 10 times. 10 പ്രാവശ്യം. How many times did Moses sin? മോശ എത്ര പ്രാവശ്യം പാപം ചെയ്തു? Go to chapter 20 of Numbers. ഞാൻ 20-ാം അധ്യായത്തിലേക്ക് വരിക. Verses 7 onwards. There is no need of reading. 7-ാം വാക്യം. No need of reading because we don't have time. Only one time. ഒരു പ്രാവശ്യം. മോശ പാപം ചെയ്ത ഒരു പ്രാവശ്യം. When God asked him to speak to the rock, he just struck the rock. പാറയോട് സംസാരിക്കുക കൽപ്പിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവനെ വടി കൊണ്ട് അടിച്ചു. People sinned 10 times. ഇസ്രായേൽ ജനം 10 പ്രാവശ്യം പാപം ചെയ്തു. They didn't enter. അവര് കനാനിലേക്ക് പ്രവേശിച്ചില്ല. Moses one time. മോശ ഒരു പ്രാവശ്യം പാപം ചെയ്തു. God didn't allow him. മോശയ്ക്ക് കനാനിലേക്ക് പോകാൻ ദൈവം സമ്മതിച്ചില്ല. Do you know why? എന്തുകൊണ്ടാണെന്ന് അറിയാമോ? That is taught in Leviticus chapter 4. ലേവ്യ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. Everybody sinned. God doesn't view in the same way. എല്ലാവരും ചെയ്യുന്ന പാപങ്ങൾ എല്ലാം ദൈവം ഒരുപോലെയല്ല അതിനെ നോക്കുന്നത്. Do you know who is going to be severely judged? ആർക്കാണ് കൂടുതൽ ശിക്ഷ ലഭിക്കുവാൻ പോകുന്നത്? Go to James chapter 3 verse 1. യാക്കോബിന്റെ chapter 3 verse 1. 3:1. Teachers are going to be severely judged. പഠിപ്പിക്കുന്നവർ ഉപദേഷ്ടാക്കന്മാർ അവർക്ക് കൂടുതൽ ശിക്ഷയുണ്ടാകും. When I preach, I know I'm more responsible. I'm fearful. ഞാൻ പ്രസംഗിക്കുമ്പോൾ ഞാൻ കൂടുതൽ ഭയത്തോടെ ഇരിക്കണം, കാരണം എനിക്ക് കൂടുതൽ ശിക്ഷ ലഭിക്കുവാനായിട്ട് സാധിക്കും. The more you're privileged, the more your responsibility. കൂടുതൽ അറിയുകയും കൂടുതൽ നിനക്ക് അനുഗ്രഹം ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് കൂടുതൽ ഉത്തരവാദിത്വം. Those who have received more, God will deal with you in more. ലഭിച്ചവനോട് അധികമായി ദൈവം ഇടപെടും. Moses spoke with God face to face. മോശ ദൈവത്തോട് അഭിമുഖമായി സംസാരിച്ചു. Moses, you were so close with me. അല്ലയോ മോശ, നീ എന്നോട് എത്ര അടുത്ത്
Moses, you are a leader. നീ ഒരു നേതാവാണ്. You were leading these people. ഈ ജനത്തെ നീ നയിച്ചവനാണ്. I forgave them 10 times. ഞാൻ അവരെ 10 പ്രാവശ്യം അവരോട് But I ക്ഷമിച്ചു. cannot forgive you. എന്നാൽ എനിക്ക് നിന്നെ ക്ഷമിക്കുവാൻ He കഴിയില്ല. didn't allow Moses to enter. ആ മോശയ്ക്ക് കനാൻ ദേശത്തേക്ക് പോകാൻ അവൻ സമ്മതിച്ചില്ല. We were serving the Lord. നാം ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുന്നവരാണ്. We have to be very careful. നാം വളരെ സൂക്ഷിക്കണം. Let me stop here. ഞാൻ ഇവിടെ നിർത്തട്ടെ. We will try to continue in the next session. അടുത്ത സെഷനിൽ ഇതിന്റെ ബാക്കി കാര്യങ്ങൾക്ക് നമുക്ക് ചിന്തിക്കാം. What is going to happen in the future? ആ ഭാവിയിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ള വിഷയം ശ്രദ്ധിക്കാം. We'll pray and stop. Our loving Heavenly Father, we thank you for this opportunity that we could come on the sound and the shadow of the Word of God. How wonderful it is to spend time together in order to look at the Scriptures and to fine-tune it into our lives, to once again to be reminded that none of our sins will be ever remembered in the days to come. Yes. Our judgment is over once and for all. Yes. Those who have trusted in the Lord as their personal Savior, that individual commitment that we took in our lives has stayed on and has given us the privilege that we are called the children of God. Yes. We shall never be forgiven. We shall never be forsaken. Yes. And none of our sins will ever be remembered. Yes. What Thank a you. great privilege. What a great honor. Yes. What a great covenant that you have made with us. Yes, Lord. We honor that and expect us to lead a life that's pleasing to you. Yes. However, in our lives, we can look back. Are there things that we need correction? Yes. Are there areas in our life that we need to cleanse in our lives? Yes. Lord, the Spirit of God may continue to speak to our hearts. If there is something that we have to get rid of Yes. from our lives, help us to do that. The chastening of the Lord is always there in our lives. Yes. If we can confess our sins, if we confess our mistakes, Thou art there always willing to forgive us. Yes. If not, there will not be any dealing with us. Yes. And that brings us to the fact that we may not be even as a child of God. Yes. If there is someone who is here who is doubtful, if there is somebody is here who is not clear about the salvation, Yes. if someone who is here who is not very certain about that, Yes, Lord. he or she is born again, Yes. speak to their heart, bring them about. Pray, O Lord, that Thou may continue to be with all of us, and we may be edified in the days to come to lead a life that's pleasing to you, and prepare our account, the fair account to settle with you when we would see you face to face. Yes. What a wonderful privilege and honor it is to be the children of God, a people who are forgiven and never to be judged, Yes. and we're going to see you face to face and shall spend eternity with you. Bless us as we disperse. We ask in the precious and holy name of our Savior, Lord Jesus Christ. Amen.